കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ നിങ്ങൾ അവസാനമായി ഒരു ഫയൽ സേവ് ചെയ്തത് എപ്പോഴാണ്? ആ സേവ് ബട്ടണിന്റെ രൂപം എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ ചതുരപ്പെട്ടി. വർഷങ്ങളായി നമ്മൾ കാണുന്ന ഈ രൂപം യഥാർത്ഥത്തിൽ എന്താണെന്ന് ഇന്നത്തെ തലമുറയിലെ പലർക്കും അറിയില്ലായിരിക്കാം. അതൊരു ഫ്ലോപ്പി ഡിസ്ക് ആണ്. ലോകം കണ്ട ഏറ്റവും വലിയ സാങ്കേതിക വിപ്ലവങ്ങളിൽ ഒന്നിന്റെ അവശേഷിപ്പാണ് ആ സേവ് ഐക്കൺ. ഒരിക്കൽ ലോകത്തെ മുഴുവൻ വിവരങ്ങളും കൊണ്ടു നടന്നിരുന്ന, എന്നാൽ ഇന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമായ ഒരു കൊച്ചു മാഗ്നറ്റിക് ഡിസ്കിന്റെ കഥയാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ ചരിത്രത്തിൽ ഫ്ലോപ്പി ഡിസ്കിന്റെ ഉയർച്ചയും തകർച്ചയും ഒരു അത്ഭുതമാണ്. ഇന്ന് നൂറുകണക്കിന് സിനിമകൾ ഒരു ചെറിയ പെൻഡ്രൈവിൽ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ കേവലം ഒന്നോ രണ്ടോ ഫോട്ടോകൾ മാത്രം ഉൾക്കൊള്ളാൻ ശേഷിയുണ്ടായിരുന്ന ഒരു ഡിസ്ക് എങ്ങനെയാണ് ലോകത്തെ മാറ്റിമറിച്ചതെന്ന് മനസ്സിലാക്കാൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ലോകത്തേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഫ്ലോപ്പി ഡിസ്കുകൾ കണ്ടുപിടിക്കുന്നതിന് മുൻപ് കമ്പ്യൂട്ടറുകളിൽ വിവരങ്ങൾ സൂക്ഷിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അന്ന് കമ്പ്യൂട്ടറുകൾക്ക് ഇന്നത്തെ പോലെ ഒരു മേശപ്പുറത്ത് ഒതുങ്ങുന്ന വലിപ്പമായിരുന്നില്ല ഉണ്ടായിരുന്നത്. വലിയൊരു മുറിയുടെ വലിപ്പമുള്ള കമ്പ്യൂട്ടറുകളായിരുന്നു അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഈ കമ്പ്യൂട്ടറുകളിലേക്ക് വിവരങ്ങൾ നൽകാനും അതിൽ നിന്ന് വിവരങ്ങൾ എടുക്കാനും പ്രധാനമായും പഞ്ച് കാർഡുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കട്ടിയുള്ള കടലാസുകളിൽ പ്രത്യേക രീതിയിൽ തുളകളിട്ടാണ് പഞ്ച് കാർഡുകളിൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത്. ഒരു ചെറിയ പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ പ്രവർത്തിപ്പിക്കണമെങ്കിൽ തന്നെ നൂറുകണക്കിന് പഞ്ച് കാർഡുകൾ വേണ്ടി വരുമായിരുന്നു. ഇത് വളരെ ശ്രമകരവും സമയം നഷ്ടപ്പെടുത്തുന്നതുമായ ഒരു പരിപാടിയായിരുന്നു. കൂടാതെ കടലാസുകൾ കീറിപ്പോകാനും ഈർപ്പം തട്ടി നശിച്ചു പോകാനുള്ള സാധ്യതയും കൂടുതലായിരുന്നു. പഞ്ച് കാർഡുകൾക്ക് ശേഷം മാഗ്നറ്റിക് ടേപ്പുകൾ അഥവാ കാന്തിക ടേപ്പുകൾ രംഗത്ത് വന്നു. പഴയ ഓഡിയോ കാസറ്റുകൾക്ക് സമാനമായ സാങ്കേതിക വിദ്യയായിരുന്നു ഇത്. ഇതിൽ വിവരങ്ങൾ സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലും ഒരു ടേപ്പിന്റെ അവസാനമുള്ള വിവരങ്ങൾ വേണമെങ്കിൽ ടേപ്പ് മുഴുവൻ ഓടിച്ചു നോക്കേണ്ട അവസ്ഥയായിരുന്നു. ഈ പോരായ്മകൾ പരിഹരിക്കാൻ എളുപ്പത്തിൽ വിവരങ്ങൾ ശേഖരിക്കാനും ഉപയോഗിക്കാനും കഴിയുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യ അനിവാര്യമായി മാറി. ഈ ആവശ്യകതയിൽ നിന്നാണ് ഫ്ലോപ്പി ഡിസ്കിന്റെ ജനനം. 1960കളുടെ അവസാനത്തിൽ പ്രശസ്ത കമ്പ്യൂട്ടർ നിർമ്മാണ കമ്പനിയായ IBM അവരുടെ പുതിയ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകളിലേക്ക് സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള എളുപ്പവഴി അന്വേഷിക്കുകയായിരുന്നു. IBMന്റെ സാൻജോസ് ലബോറട്ടറിയിൽ അലൻ ഷുഗാട്ട് എന്ന എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇതിനായി നിയോഗിക്കപ്പെട്ടു. ഡേവിഡ് നോബിൾ എന്ന എഞ്ചിനീയർ ഈ സംഘത്തിലെ പ്രധാനിയായിരുന്നു. വളരെ വില കുറഞ്ഞതും എന്നാൽ എളുപ്പത്തിൽ കൊണ്ടു നടക്കാൻ കഴിയുന്നതുമായ ഒരു ഡിസ്ക് നിർമ്മിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. വർഷങ്ങൾ നീണ്ട ഗവേഷണത്തിനൊടുവിൽ 1971 IBM ലോകത്തിലെ ആദ്യത്തെ ഫ്ലോപ്പി ഡിസ്ക് പുറത്തിറക്കി. 8 ഇഞ്ച് വലിപ്പമുള്ള ഒരു കാന്തിക പ്ലാസ്റ്റിക് ഡിസ്ക് ആയിരുന്നു അത്. പുറമെ വലിയ കവചങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ ഈ ഡിസ്ക് വളയുന്ന പ്രകൃതമുള്ളതായിരുന്നു. അങ്ങനെയാണ് വളയുന്നത് എന്ന അർത്ഥത്തിൽ ഇതിന് ഫ്ലോപ്പി എന്ന പേര് ലഭിച്ചത്. ആദ്യകാല ഫ്ലോപ്പി ഡിസ്കുകൾക്ക് കേവലം 80 കിലോബൈറ്റ് വിവരങ്ങൾ മാത്രമേ സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂവെങ്കിലും അക്കാലത്തെ കമ്പ്യൂട്ടർ ലോകത്ത് അതൊരു വലിയ വിപ്ലവമായിരുന്നു. ആദ്യത്തെ 8 ഇഞ്ച് ഫ്ലോപ്പി ഡിസ്ക് വളരെ വലുതും കൊണ്ടു നടക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളതുമായിരുന്നു. കമ്പ്യൂട്ടറുകൾ ചെറുതാകാൻ തുടങ്ങിയതോടെ ഫ്ലോപ്പി ഡിസ്കിന്റെ വലിപ്പവും കുറയ്ക്കേണ്ടത് ആവശ്യമായി വന്നു. 1976 ഷുഗാട്ട് അസോസിയേറ്റ്സ് എന്ന കമ്പനി 5.2 ഇഞ്ച് വലിപ്പമുള്ള ചെറിയ ഫ്ലോപ്പി ഡിസ്കുകൾ വിപണിയിൽ അവതരിപ്പിച്ചു. പഴയതിനേക്കാൾ ചെറുതായിരുന്നെങ്കിലും ഇതിനും പുറമെ മൃദുവായ പ്ലാസ്റ്റിക് ആവരണം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇക്കാലയളവിലാണ് ആപ്പിൾ, IBM തുടങ്ങിയ കമ്പനികൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ നിർമ്മിച്ചു തുടങ്ങിയത്. ഈ കമ്പ്യൂട്ടറുകളിൽ വിവരങ്ങൾ കൈമാറാൻ 5.2 ഇഞ്ച് ഫ്ലോപ്പികൾ വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങി. എന്നാൽ ഇതിനും ഒരു പരിണാമം അനിവാര്യമായിരുന്നു. 1981 പ്രശസ്ത ജാപ്പനീസ് കമ്പനിയായ സോണി പുതിയൊരു ഫ്ലോപ്പി ഡിസ്ക് അവതരിപ്പിച്ചു. 3.5 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ഈ പുതിയ ഡിസ്കിന് കട്ടിയുള്ള പ്ലാസ്റ്റിക് പുറംചട്ട ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എളുപ്പത്തിൽ വളയുകയോ കേടുവരികയോ ഇല്ലായിരുന്നു. ഡിസ്കിനുള്ളിലെ കാന്തിക ഭാഗം സംരക്ഷിക്കാൻ ഒരു ചെറിയ ലോഹവാതിലും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. പിന്നീട് ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടത് ഈ 3.5 ഇഞ്ച് ഫ്ലോപ്പി ഡിസ്കുകളായിരുന്നു. ഇതിന്റെ സംഭരണശേഷി 1.44 മെഗാബൈറ്റ് വരെ ഉയർന്നു. 80കളിലും 90കളിലും ഫ്ലോപ്പി ഡിസ്കുകൾ കമ്പ്യൂട്ടർ ലോകത്തെ അവിഭാജ്യ ഘടകമായി മാറി. പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ ജനപ്രിയമായതാണ് ഇതിന് പ്രധാന കാരണം. ഇന്റർനെറ്റ് സാധാരണക്കാർക്ക് പ്രാപ്യമല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ സോഫ്റ്റ്വെയറുകൾ വിതരണം ചെയ്യാൻ കമ്പനികൾ ഫ്ലോപ്പി ഡിസ്കുകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് പാട്ടുകളോ ചിത്രങ്ങളോ രേഖകളോ മാറ്റാൻ ഫ്ലോപ്പി മാത്രമായിരുന്നു ഏക ആശ്രയം. വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രൊജക്ടുകൾ സ്കൂളുകളിൽ കൊണ്ടുപോയിരുന്നത് ഇത്തരം ചെറിയ ഡിസ്കുകളിലായിരുന്നു. ഓഫീസുകളിലെ സുപ്രധാന രേഖകൾ സൂക്ഷിച്ചു വെക്കുന്നതും ബാക്കപ്പ് എടുക്കുന്നതുമെല്ലാം ഫ്ലോപ്പികളിലായിരുന്നു. വിൻഡോസ് പോലുള്ള വലിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ഒന്നിനു പുറകെ ഒന്നായി ഡസൻ കണക്കിന് ഫ്ലോപ്പി ഡിസ്കുകൾ ഉപയോഗിക്കേണ്ടി വന്നിരുന്നു. ഗെയിമുകൾ വിതരണം ചെയ്യുന്നതിലും ഫ്ലോപ്പികൾ വലിയ പങ്ക് വഹിച്ചു. ചുരുക്കത്തിൽ ഇന്നത്തെ ഇന്റർനെറ്റും USB ഡ്രൈവുകളും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അന്ന് ഒറ്റയ്ക്ക് ചെയ്തിരുന്നത് ഈ കൊച്ചു ചതുരപ്പെട്ടിയായിരുന്നു. വളരെ നേർത്തതും വഴങ്ങുന്നതുമായ ഒരു പ്ലാസ്റ്റിക് വട്ടത്തിലാണ് വിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത്. ഈ പ്ലാസ്റ്റിക് ഡിസ്കിന് മുകളിൽ ഇരുമ്പിന്റെ അംശമുള്ള ഒരു പ്രത്യേക മാഗ്നറ്റിക് കോട്ടിംഗ് നൽകിയിട്ടുണ്ടാകും. ഈ ഡിസ്കിനെ പൊതിഞ്ഞുകൊണ്ടാണ് പുറമെയുള്ള ചതുരത്തിലുള്ള പ്ലാസ്റ്റിക് കവർ ഉണ്ടാകുക.
കമ്പ്യൂട്ടറിലെ ഫ്ലോപ്പി ഡ്രൈവിലേക്ക് ഡിസ്ക് ഇടുമ്പോൾ ഇതിനുള്ളിലെ വട്ടത്തിലുള്ള ഭാഗം അതിവേഗത്തിൽ കറങ്ങാൻ തുടങ്ങും. കമ്പ്യൂട്ടറിലെ റീഡ് ആൻഡ് റൈറ്റ് എന്ന ചെറിയ ഉപകരണം ഡിസ്കിലെ കാന്തിക ഭാഗത്ത് തൊട്ടുകൊണ്ടാണ് വിവരങ്ങൾ വായിക്കുന്നതും പുതിയവ എഴുതി ചേർക്കുന്നതും. ഈ ഹെഡ് ഡിസ്കിൽ നേരിട്ട് ഉരസുന്നത് കൊണ്ട് തന്നെ ഫ്ലോപ്പി ഡിസ്കുകൾക്ക് പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. കാന്തിക സ്വഭാവം ഉള്ളതുകൊണ്ട് കാന്തങ്ങളുടെ സാമീപ്യവും പൊടിപടലങ്ങളും അമിതമായ ചൂടും ഫ്ലോപ്പിയിലെ വിവരങ്ങൾ മാഞ്ഞു പോകാൻ കാരണമായിരുന്നു. വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഫ്ലോപ്പി ഡിസ്കുകൾ എപ്പോൾ വേണമെങ്കിലും പ്രവർത്തനരഹിതമാകാം എന്നതായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ പോരായ്മ. മാത്രമല്ല വിവരങ്ങൾ കൈമാറുന്ന വേഗതയും വളരെ കുറവായിരുന്നു. കാലം മുന്നോട്ട് പോയതോടെ സാങ്കേതിക വിദ്യയിലും മാറ്റങ്ങൾ വന്നു. ഫ്ലോപ്പി ഡിസ്കുകളുടെ സുവർണകാലം പതുക്കെ അവസാനിക്കാൻ തുടങ്ങി. ഹാർഡ് ഡ്രൈവുകളുടെ വില കുറഞ്ഞതും സംഭരണശേഷി കൂടിയതും ഫ്ലോപ്പികൾക്ക് വലിയ ഭീഷണിയായി. 90കളുടെ പകുതിയോടെ കോമ്പാക്ട് ഡിസ്കുകൾ അഥവാ CD-കൾ വ്യാപകമായി തുടങ്ങി. ഒരു ഫ്ലോപ്പി ഡിസ്കിൽ പരമാവധി 1.44 മെഗാബൈറ്റ് വിവരങ്ങൾ കൊള്ളുമ്പോൾ ഒരു CD-യിൽ 650 മെഗാബൈറ്റ് വിവരങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിരുന്നു. അതായത് ഏകദേശം 450 ഫ്ലോപ്പി ഡിസ്കുകളിലെ വിവരങ്ങൾ ഒരു പ്ലാസ്റ്റിക് CD-യിൽ ഉൾക്കൊള്ളിക്കാം. ഇത് വലിയൊരു മാറ്റമായിരുന്നു. പിന്നീട് DVD-കളും എളുപ്പത്തിൽ കൊണ്ടു നടക്കാവുന്ന USB ഫ്ലാഷ് ഡ്രൈവുകളും വന്നതോടെ ഫ്ലോപ്പിയുടെ ആവശ്യകത തീർത്തും ഇല്ലാതായി. ഇതിനെല്ലാം പുറമെ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമായതോടെ ആളുകൾക്ക് വിവരങ്ങൾ കൈമാറാൻ ഒരു ഫിസിക്കൽ ഡിസ്കിന്റെ ആവശ്യമേ ഇല്ലാതായി മാറി. ഫയലുകൾ ഇമെയിൽ വഴിയോ ക്ലൗഡ് സ്റ്റോറേജ് വഴിയോ നിമിഷങ്ങൾക്കുള്ളിൽ ലോകത്തിന്റെ ഏത് കോണിലേക്കും അയക്കാമെന്ന അവസ്ഥ വന്നു. കമ്പ്യൂട്ടർ നിർമ്മാണ കമ്പനികൾ ഫ്ലോപ്പി ഡിസ്കുകളെ ഉപേക്ഷിക്കാൻ തുടങ്ങിയതാണ് ഇതിന്റെ തകർച്ച പൂർണ്ണമാക്കിയത്. ഇതിൽ ഏറ്റവും നിർണായകമായ ചുവടുവെപ്പ് നടത്തിയത് ആപ്പിൾ കമ്പനിയായിരുന്നു. 1998-ൽ ആപ്പിൾ അവരുടെ iMac G3 എന്ന കമ്പ്യൂട്ടർ പുറത്തിറക്കി. ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആപ്പിൾ ആ കമ്പ്യൂട്ടറിൽ ഫ്ലോപ്പി ഡിസ്ക് ഇടാനുള്ള സംവിധാനം പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. അക്കാലത്ത് അത് വലിയൊരു വിവാദമായിരുന്നു. ആളുകൾ ഫ്ലോപ്പി ഇല്ലാതെ എങ്ങനെ വിവരങ്ങൾ കൈമാറുമെന്ന് പലരും ചോദിച്ചു. എന്നാൽ പഴയ സാങ്കേതിക വിദ്യകളെ ഉപേക്ഷിച്ച് പുതിയതിലേക്ക് മാറാനുള്ള ആപ്പിളിന്റെ തീരുമാനമായിരുന്നു അത്. അധികം വൈകാതെ ഡെൽ, HP തുടങ്ങിയ മറ്റ് പ്രമുഖ കമ്പ്യൂട്ടർ നിർമ്മാതാക്കളും തങ്ങളുടെ കമ്പ്യൂട്ടറുകളിൽ നിന്ന് ഫ്ലോപ്പി ഡ്രൈവുകൾ ഒഴിവാക്കാൻ തുടങ്ങി. 2010ഓടെ ഫ്ലോപ്പി ഡിസ്കുകൾ വിപണിയിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണമായും അപ്രത്യക്ഷമായി. 2011ൽ ലോകത്തെ ഏറ്റവും വലിയ ഫ്ലോപ്പി ഡിസ്ക് നിർമ്മാതാക്കളായ സോണി ഫ്ലോപ്പി ഡിസ്ക് നിർമ്മാണം പൂർണ്ണമായും നിർത്തിയതായി പ്രഖ്യാപിച്ചു. ഫ്ലോപ്പി ഡിസ്കുകളുടെ ഉപയോഗം നിത്യജീവിതത്തിൽ നിന്ന് ഇല്ലാതായെങ്കിലും അവയുമായി ബന്ധപ്പെട്ട ചില രസകരമായ വസ്തുതകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മിക്ക സോഫ്റ്റ്വെയറുകളിലെയും സേവ് ഐക്കൺ ഇന്നും ഒരു ഫ്ലോപ്പി ഡിസ്കിന്റെ ചിത്രമാണ്. ഇതിലും കൗതുകകരമായ മറ്റൊരു കാര്യം ലോകത്തെ പല നിർണായക വ്യവസായങ്ങളിലും പഴയകാല സംവിധാനങ്ങളിലും ഇന്നും ഫ്ലോപ്പി ഡിസ്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ്. ഉദാഹരണത്തിന് പഴയ ബോയിങ് വിമാനങ്ങളുടെ നാവിഗേഷൻ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാൻ അടുത്ത കാലം വരെ 3.5 ഇഞ്ച് ഫ്ലോപ്പി ഡിസ്കുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച വിമാനങ്ങളിലെ കമ്പ്യൂട്ടറുകൾ മാറ്റിവെക്കുക എന്നത് വളരെ ചിലവേറിയ കാര്യമായതുകൊണ്ടാണ് ഈ പഴയ രീതി തന്നെ തുടർന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ ആണവായുധങ്ങൾ നിയന്ത്രിക്കുന്ന സിസ്റ്റങ്ങളിൽ 1970കളിലെ 8 ഇഞ്ച് ഫ്ലോപ്പി ഡിസ്കുകൾ 2019 വരെ ഉപയോഗിച്ചിരുന്നു എന്ന് കേൾക്കുമ്പോൾ ആർക്കും അത്ഭുതം തോന്നാം. സുരക്ഷാ കാരണങ്ങളാലാണ് അവർ ഈ പഴയ സാങ്കേതിക വിദ്യ തന്നെ ഇത്രയും കാലം നിലനിർത്തിയത്. ചില പഴയ മെഡിക്കൽ ഉപകരണങ്ങളിലും നിർമ്മാണ ഫാക്ടറികളിലെ വലിയ യന്ത്രങ്ങളിലും ഇന്നും വിവരങ്ങൾ നൽകാൻ ഫ്ലോപ്പികൾ ഉപയോഗിക്കുന്നവരുണ്ട്. ഇന്നത്തെ അവസ്ഥ പരിശോധിച്ചാൽ ലോകത്തൊരിടത്തും പുതിയ ഫ്ലോപ്പി ഡിസ്കുകൾ നിർമ്മിക്കപ്പെടുന്നില്ല. എന്നിരുന്നാലും വ്യാവസായിക ആവശ്യങ്ങൾക്കും പഴയ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും ചിലർക്ക് ഫ്ലോപ്പികൾ ആവശ്യമായി വരുന്നുണ്ട്. ഇത്തരം ആവശ്യക്കാർക്ക് വേണ്ടി പഴയ ഫ്ലോപ്പി ഡിസ്കുകൾ ശേഖരിച്ച് വൃത്തിയാക്കി വീണ്ടും വിൽക്കുന്ന ചില ചെറിയ കമ്പനികൾ അമേരിക്കയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഉപയോഗിക്കാത്ത പഴയ സ്റ്റോക്കുകൾ കണ്ടെത്തിയാണ് അവർ ഈ ബിസിനസ് നിലനിർത്തുന്നത്. നമ്മുടെ വീടുകളിൽ പഴയ ഫ്ലോപ്പി ഡിസ്കുകൾ എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതിലെ വിവരങ്ങൾ വായിക്കാൻ ഇന്ന് സാധാരണ കമ്പ്യൂട്ടറുകളിൽ സാധിക്കില്ല. അതിനായി പുറമേ നിന്ന് ഘടിപ്പിക്കാവുന്ന പ്രത്യേക USB ഫ്ലോപ്പി ഡ്രൈവുകൾ ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം മാഗ്നറ്റിക് ഡിസ്കിലെ വിവരങ്ങൾ നശിച്ചു പോകാൻ സാധ്യതയുള്ളതിനാൽ പഴയ ഫ്ലോപ്പികളിൽ നിന്നുള്ള വിവരങ്ങൾ തിരിച്ചെടുക്കുക എന്നത് പലപ്പോഴും വലിയൊരു വെല്ലുവിളിയാണ്. ഒരു കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ നട്ടെല്ലായിരുന്നു ഫ്ലോപ്പി ഡിസ്കുകൾ. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിലേക്കുള്ള പാലമായി പ്രവർത്തിച്ചത് ഈ ചെറിയ പ്ലാസ്റ്റിക് ചതുരങ്ങളാണ്. ഒരു ഫ്ലോപ്പി ഡിസ്കിൽ കേവലം 1-2 മികച്ച നിലവാരമുള്ള ഫോട്ടോകൾ മാത്രമേ ഇന്ന് ഉൾക്കൊള്ളാൻ കഴിയൂ എന്നത് ശരിയാണെങ്കിലും അന്ന് ലോകത്തെ മുഴുവൻ ഡാറ്റയും ഒഴുകിയിരുന്നത് ഈ കാന്തിക വലയങ്ങളിലൂടെയായിരുന്നു. പെൻഡ്രൈവുകളും ക്ലൗഡ് സ്റ്റോറേജുകളും നമ്മുടെ ജീവിതം എത്രത്തോളം എളുപ്പമാക്കി എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഫ്ലോപ്പി ഡിസ്കുകളുടെ ചരിത്രം നമ്മൾ അറിയേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യ എത്ര വേഗത്തിലാണ് മാറുന്നതെന്നും പഴയവ എങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമാകുന്നുവെന്നും ഫ്ലോപ്പി ഡിസ്കുകളുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥ ലോകത്ത് ഫ്ലോപ്പി ഡിസ്കുകൾ മൺമറഞ്ഞു പോയെങ്കിലും ഡിജിറ്റൽ ലോകത്തെ സേവ് ബട്ടണിലൂടെ ഒരു ഓർമ്മപ്പെടുത്തലായി അത് ഇന്നും നമ്മുടെ വിരൽ തുമ്പുകളിൽ ജീവിക്കുന്നു.